നമസ്കാരം. ടാഫ്കോസ് മലപ്പട്ടം നടത്തുന്ന ഏകദിന പഠന വിനോദയാത്രയിലാണ്. യാത്ര വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ പൂപ്പുലി കാണുക, ചൂരൽമല, മുണ്ടക്കൈ ചുറ്റുപാടുകൾ ഒന്ന് കണ്ട് വൈകുന്നേരം തിരിച്ചു വരിക എന്നതാണ് ഉദ്ദേശം. ചെറിയ ചെറിയ വീടുകളാണ്. സാരഥികളിൽ ഒരാളായ സോമശേഖരന്റെ കമന്ററി ആരംഭിക്കുക. ശബ്ദം കുറവാണെങ്കിൽ നമുക്ക് കേൾക്കാം. കമന്ററിയിലൂടെ മുന്നോട്ട് പോകും. വയനാട്ടിലെ ആദ്യത്തെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഉടുവസ്ത്രം മുഴുവൻ അവിടെ ഇട്ടിട്ടാണ് പോവുക. ടൺകണക്കിന് ഉടുവസ്ത്രങ്ങളാണ് അവർ ഉപേക്ഷിച്ച ടൺവസ്ത്രങ്ങൾ പെയ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ നമ്മുടെ ഈ പ്രദേശത്തും ഉണ്ടായിരുന്നു, ഈ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മുഴുവൻ അങ്ങനെ ടൂറിസത്തിന് 100 രൂപയാണ് പ്രവേശന ഫീസ്. മാത്രമല്ല അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് കാണാം. ജീപ്പ് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെയാണ് ഇപ്പോൾ ആ കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ ഭൂമി മുഴുവൻ നമ്മൾ ഏറ്റെടുത്തു അല്ലേ, കാരണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണ്. പക്ഷേ കാരണം ഞാൻ ഇവിടുന്ന് മാറണമെങ്കിൽ എനിക്ക് വീട് കിട്ടിയാൽ മാറും, വീട് ഒരുങ്ങുന്നുണ്ട്. പക്ഷെ മാറുമ്പോൾ ഞാൻ ഈ പ്രദേശം വീട് കൊടുക്കുകയാണ്. ഇപ്പോൾ അവർക്ക് സംരംഭം ആരംഭിക്കാനുള്ള ചിലവൊക്കെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒഴുകുന്ന ഒരു ടൂറിസം കേന്ദ്രം താഴെ വരുന്നുണ്ട്. അത് കടന്നുകയറ്റവും അതിനെ സംബന്ധിച്ച് കേസുകളൊക്കെ നശിച്ചു നോക്കിയാൽ മനസ്സിലാവും. എത്ര പനകളുണ്ട്, എത്ര ചൂരൽ. ഈ കാണുന്നൊക്കെ ചൂരലുകളാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഇവിടെ വരേണ്ടുന്നതല്ലേ, നിലനിൽക്കേണ്ടതല്ലേ. അപ്പം നമ്മുടെ തമാശ കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ കളയുന്നത്. ഒരുപാട് വിഭവങ്ങൾ നിറഞ്ഞ വനഭൂമിയാണ് ഇത്. ആ കാണുന്ന ടൂറിസം കേന്ദ്രം കാണാം, അത് കണ്ടില്ലേ, അതവിടെ കെട്ടിടങ്ങൾ കാണാം നിറഞ്ഞ് ഉയർന്നു വരുന്നത്. അതിനെതിരെയാണ് കേസ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം കോടതിയിലൊക്കെ പോയി ഇത് വന്നു. അവിടെ കാണാം, ആ കാണുന്നത് ടൂറിസം എന്ന് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ കോടതിയിൽ പോയി അനുമതി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് കോടതിയിൽ പോയിട്ടുണ്ട്. അത് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു സൈഡിലുള്ളവർക്കേ കാണാൻ പറ്റൂ, ഈ 3 സീറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല, 2 സീറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ദയവായി അവർ തൽക്കാലം കാണുക. തിരിച്ചു വരുന്നത് രാത്രിയാവും എന്നുള്ളത് കാണാൻ പറ്റില്ല. ഇതൊക്കെ ചൂരലാണ്. ചൂരൽ കാണാം, പന പോലെ. ഇവിടെ നമ്മളിപ്പോൾ എത്തുന്നത് ഒരു ജംഗ്ഷനാണ്. നെടുമ്പയിൽ നിന്ന് വരുന്ന വാഹനം, അതായത് കോളയാട് കൂത്തുപറമ്പ് ഭാഗത്ത് വരുന്ന വാഹനവും നമ്മൾ കൊട്ടിയൂർ ഭാഗത്ത് വരുന്ന വാഹനവും സന്ധിക്കുന്നത് ഈ റോഡിലാണ്. ഇതിനാണ് ബോയ്സ് ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ പഴയ തേയിലത്തോട്ടങ്ങളാണ്. പക്ഷേ ഇതിന് ശ്രദ്ധ കൊടുക്കൽ കുറവാണ്. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് ഇത് ലാഭകരമായ കൃഷിയല്ല എന്ന ധാരണയിൽ അവരിതിൻ്റെ അതിൽ പിന്മാറിയിട്ടുണ്ട് എന്നതാണ് പ്രശ്നം. ഞങ്ങൾ 4 പേര്, തമ്പാനാട്ടുണ്ട്, ബാലാട്ടനുണ്ട്, കരുണാകരനും ഞാനും, ഞങ്ങൾ 4 പേരുടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി ചായ കഴിക്കാൻ പോകുമ്പം അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോഫി ഹൗസിലാണ് പോകുന്നത്.